الحمد لله الحمد لله الذي أضحك وأبكى وأمات وأحيا وخلق الزوجين الذكر والأنثى أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله البشير النذير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله പ്രിയമുള്ള സത്യവിശ്വാസികളുടെ വിശ്വാസികളെ ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ ദിനത്തിൽ ഈ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടുവാൻ അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സമയത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഒരുപാട് കൂട്ടുകാർ, കുടുംബക്കാർ, മാതാപിതാക്കൾ, നാം അറിയുന്നവർ, നമ്മെ അറിയുന്നവർ, നാം സ്നേഹിച്ചിരുന്നവർ, നമ്മെ സ്നേഹിച്ചിരുന്നവർ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകി ബർസഖി ലോകത്തെ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. പടച്ചറബ് അവരുടെ ബർസഖിയായ ജീവിതം എല്ലാ നിലയ്ക്കുമുള്ള നന്മയിൽ ആക്കി തീർക്കുമാറാവട്ടെ. ഇവിടെ നമ്മോടൊപ്പം ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിച്ച് എന്നാൽ ആരോഗ്യം അനുവദിക്കാതെ രോഗം കൊണ്ട് പ്രയാസത്താൽ വീട്ടിൽ കഴിയുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ പടച്ചറബ് അവരുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ മാസം ശഹ്റു റമദാൻ ശഹ്റു സിയാമി വൽ ഖിയാമി വ തിലാവത്തുൽ ഖുർആൻ നോമ്പിന്റെ മാസമാണ്, നിന്ന് നമസ്കരിക്കുന്ന മാസമാണ്, ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്.
ശുക്ർ സദഖത്തി വൽ ഇഹ്സാൻ, ധാരാളമായി സദഖ ചെയ്യുന്നതിന്റെ, നന്മകൾ അധികരിപ്പിക്കുന്നതിന്റെ മാസമാണ് റമദാൻ മാസം. ശുക്റുൽ അഅ്തഖി വൽ ഗുഫ്റാൻ, പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും ദിവസമാണ്, മാസമാണ് റമദാൻ. ശുഹ്ർ തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ഏറ്റവും പ്രധാനമായി സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ് റമദാൻ മാസം. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന പരിശുദ്ധമായ മാസമാണ് റമദാൻ മാസം. നാം ഓരോരുത്തരുടെയും ആഗ്രഹം ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെന്നാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. അതിനുവേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം പട്ടിണി കിടക്കുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ബാക്കിയുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ആ സ്വർഗത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്, പരലോകത്തെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. ആർക്കാണ് പരലോക വിജയം ലഭിക്കുക എന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ വിശുദ്ധ ഖുർആൻ സൂറ വാഖിഅ, ആ സൂറ വാഖിഅയിൽ കൂടി ഒരു എത്തിനോട്ടമാണ് ഞാൻ ഈ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ച ആദ്യനാൾ മുതൽ അന്ത്യനാൾ വരെ ജന്മം കൊണ്ട സകല മനുഷ്യരും അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ അവർ ചെയ്ത നന്മതിന്മകളുമായി മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമെന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. ആ അവസരത്തിൽ മനുഷ്യർ 3 വിഭാഗക്കാരായി തരംതിരിയും. 3 വിഭാഗം ആളുകൾ മാത്രമായിരിക്കും അന്ന് അവിടെ ഉണ്ടാവുക എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 വിഭാഗം ആളുകളായിരിക്കും, 3 കക്ഷികളായിട്ടായിരിക്കും നിങ്ങൾ അന്ന് മാറുന്നത്. ഫാസ്ഹാബുൽ മൈമന, ഫാസ്ഹാബുൽ മൈമന, അതിലൊരു വിഭാഗം അസ്ഹാബുൽ മൈമനയായിരിക്കും, വലതുവശത്തിന്റെ ആളുകളായിരിക്കും. ആരാണ് ഈ വലതുപക്ഷക്കാർ എന്നറിയുമോ? 2 രണ്ടാമത്തെ വിഭാഗം ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. ആരാണ് ഇടതുപക്ഷക്കാരെന്നോ നിനക്ക് അറിയുമോ? സാബിഖീങ്ങളാണ്, മുൻകടന്നവരാണ്. അവരാകുന്നു മുഖർറബീങ്ങൾ, അവരാകുന്നു അടുത്ത ആളുകൾ. ഇങ്ങനെ 3 വിഭാഗം ആളുകളെ 3 വിഭാഗമായിട്ടായിരിക്കും മനുഷ്യർ അവിടെ മാറുക, 3 കക്ഷികളായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൽ വാഖിഅയിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം, ഏറ്റവും ഉയർന്ന വിഭാഗം, ഇവിടെ അവസാനം പറയുകയും എന്ന അവസാനം പറയുകയും എന്നിട്ട് ആദ്യം വിശദീകരിച്ചു തുടങ്ങുകയും ചെയ്ത ഒരു വിഭാഗമാണ് മുൻകടന്നുപോയ ആളുകളാണ്. 3 വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗമാണ് ഈ സാബിഖീങ്ങൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആരാണ് ഈ സാബിഖീങ്ങൾ? വഹുല്ലദീന അദ്ദുൽ വാജിബാതി വൽ മുസ്തഹബ്ബാത് വതർകുൽ മുഹറമാത് വൽ മക്റൂഹാത് വഫുദൂലുൽ മുബാഹാത്. ഫർളായ കാര്യങ്ങൾ കൃത്യമായ നിലയിൽ കിട്ടുകയും മുസ്തഹബ്ബായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയും വതർകുൽ മുഹറമാത്, നിഷിദ്ധമായ നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, വൽ മക്റൂഹാത്, കറാഹത്തായ കാര്യങ്ങൾ അവ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുകയും വഫുദൂലുൽ മുബാഹാത്, അനുവദനീയമായ കാര്യങ്ങളിൽ പോലും
അനാവശ്യമായ വിഷയങ്ങൾ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തവർ. സൂറത്തുൽ ബഖറയുടെ, സൂറത്തുൽ വാഖിഅയുടെ 10 മുതൽ 26 വരെയുള്ള വചനങ്ങൾ അവരെ സംബന്ധിച്ചാ പറയുന്നത്. മുൻകടന്നവരാണ് അവർ. ഉലൈകൽ മുഖറബൂൻ, ഉലൈകൽ മുഖറബൂൻ, അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ച ആളുകൾ. എന്നിട്ട് ആ വിഭാഗം ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചാ പറയുന്നത്. അതേതാ അനുഗ്രഹം? അത് സ്വർഗീയ അനുഗ്രഹമാണ്. നമ്മളെ കാത്തിരിക്കുന്ന സ്വർഗം. റമദാനിൽ, വിശുദ്ധമായ റമദാനിൽ നമുക്ക് വേണ്ടി കവാടങ്ങൾ തുറക്കപ്പെട്ട ആ സ്വർഗം അല്ലാഹു പറയുകയാണ്, ഫീ ജന്നാത്തിൻ നഈം, ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭൂതികളുടെ സ്വർഗ്ഗാരാമങ്ങളിലായിരിക്കും അവർ. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. എന്താ മനസ്സിലാക്കേണ്ട കാര്യം? സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരായ ആളുകളിൽ നിന്നും നല്ല ഒരു വിഭാഗവും, വഖലീലും മിനൽ ആഖിരീൻ, പിൻകാലക്കാരിൽ നിന്നും കുറച്ച് ആളുകളുമായിരിക്കും. പൂർവികരായ, മുൻകടന്നുപോയ നമ്മുടെ പൂർവസൂരികളായ ആളുകളുണ്ട്, അവരിൽ നിന്നും നല്ലൊരു വിഭാഗം ഉണ്ടായിരിക്കും. പിൽക്കാലക്കാരിൽ നിന്നും കുറച്ച് ആളുകളുമായിരിക്കും അവർ ഉണ്ടാവുക. മിടഞ്ഞുണ്ടാക്കപ്പെട്ട, സ്വർണ്ണങ്ങൾ കൊണ്ട് മിടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ ഉണ്ടായിരിക്കുക. അവർ അന്യോന്യം അതിലിങ്ങനെ ചാരി സുഖിച്ച് ഇരുന്നു കൊണ്ട് അഭിമുഖമായിരിക്കുമെന്നാണ്. നല്ല സ്വന്തം കൊണ്ടുണ്ടാക്കിയ ആ കട്ടിലിൽ അഭിമുഖമായി ചാരിയിരുന്നു കൊണ്ട് സുഖപ്പെടുക്കും അവർ എന്നാണ്. സ്ഥിരവാസം നൽകപ്പെട്ട സ്വർഗത്തിൽ സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ അവർക്ക് ചുറ്റും ഇങ്ങനെ സേവകന്മാരായി ഓടി നടക്കും. കോപ്പകളും കൂജകളും ഉറവനീരിന്റെ ആ പാനപാത്രവുമായിട്ട് എല്ലാ വിധത്തിലുമുള്ള സുഖവുമായിട്ട് അവരവിടെ നടക്കും. അവിടെ അവർ കുടിക്കുന്നത് മൂലം അവർക്ക് തലവേദന ഉണ്ടാവില്ല, അവർക്ക് ലഹരി ബാധിക്കുകയുമില്ല. അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ അവർക്ക് അവിടെ ലഭിക്കും. അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പക്ഷികളുടെ മാംസങ്ങളും ചിപ്പികളിൽ ഒളിച്ച് സൂക്ഷിക്കപ്പെട്ട മുത്തുപോലെയുള്ള ഹൂർലിങ്ങളും അവർക്ക് അവിടെ ലഭിക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ പ്രതിഫലമായിട്ട് ഈ ലോകത്ത് അവർ അനുഭവിച്ച ത്യാഗത്തിന് പകരമായി പടച്ചറപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, വർണ്ണിച്ച് തീർക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ കൊടുക്കുവാൻ സാധിക്കും. സാമഗ്രികൾക്ക് മുൻകടന്നു പോയ ആളുകൾക്ക് കൊടുക്കും എന്നാണ്. പ്രിയമുള്ളവരെ, ആരാണ് ആ പൂർവികർ? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ സമുദായത്തിലെ മുൻഗാമികളാണവർ, ഈ സമുദായത്തിലെ മുൻഗാമികളാണവർ. പ്രോജ്വലമായ അവരുടെ ജീവിതം, അവരുടെ ചരിത്രം അത് വിളിച്ചോതുന്നുണ്ട്. അവർ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മത എങ്ങനെയായിരുന്നു? ഒരു ഉദാഹരണം മാത്രം പറയാം. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നവരാ നമ്മളൊക്കെ. മുഴുവൻ ഹറാമുകളിൽ നിന്നും മുഴുവൻ തിന്മകളിൽ നിന്നും മാറി നിൽക്കേണ്ടവരാ നമ്മളൊക്കെയും.
മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കാൽ മുറിക്കപ്പെട്ടു. രോഗം ബാധിച്ചു, കാൽ മുറിക്കേണ്ട നിർബന്ധമായ സാഹചര്യം വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാൽ മുറിക്കപ്പെട്ടു. ആ മുറിക്കപ്പെട്ട കാലെടുത്ത് വെച്ചുകൊണ്ട് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രഖ്യാപനം, അദ്ദേഹത്തിന്റെ വാചകം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എനിക്ക് നീ 4 വശങ്ങൾ തന്നു, 2 കൈകളും 2 കാലുകളും, അങ്ങനെ 4 വാഹിദ, അതിൽ 1 നീ തിരിച്ചെടുത്തു. ലക്കൽ ഹംദ്, എന്നാലും നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. എന്നിട്ട് അദ്ദേഹം പറയണം, അറിയണം, വല്ലദീ ഒരുത്തനെ കൊണ്ട് സത്യം ഹമലനീ അലൈക്, എന്നെ ആ കാലുകളുടെ മേൽ സഞ്ചരിപ്പിച്ചു. അങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ട് സത്യം, ഇന്നഹു ലയഅലമു അന്നീ മാ മശീതു ബിക ഇലാ ഹറാം. അമൃക്കപ്പെട്ട കാലെടുത്ത് വെച്ചുകൊണ്ട് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കാല് നിന്റെ മേൽ സഞ്ചരിപ്പിച്ച എന്റെ റബ്ബിനെ അറിയാം. മാ മശീതു ബിക ഇലാ ഹറാം, നിന്നെയും കൊണ്ട് ഞാൻ ഒരു ഹറാമിലേക്കും നടന്നു പോയിട്ടില്ല. ഒരു ഹറാം ചെയ്യാനും കാലെ നിന്റെ മേൽ വഹിച്ചുകൊണ്ട് ഞാൻ നടന്നു പോയിട്ടില്ല എന്ന് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണെങ്കിൽ, വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ സുല്ലത്തും മിനൽ അവ്വലീൻ. ആദ്യകാലക്കാരിൽപ്പെട്ട കുറെ ആളുകൾ എന്ന് പറഞ്ഞത് ഇവരെ സംബന്ധിച്ച ജീവിതത്തിൽ ഇങ്ങനെ സൂക്ഷ്മത പാലിച്ചവർ. എങ്ങനെ വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വബശ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിച്ചവർ. വിശ്വാസികൾക്ക് എപ്പോഴും അത് തന്നെയാണ്. വിശ്വാസികളുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന വചനം അല്ലാഹ് 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 എന്ന് മാത്രമാണ്. ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കൊണ്ട് അവസാനിച്ചില്ല. പിന്നീട് നിലപാടുള്ളവനായി മാറി. അതാ വിശ്വാസികളുടെ പ്രത്യേകത. വിശ്വാസി നിലപാടുള്ളവനായിരിക്കും. അവന്റെ നിലപാട് വിശുദ്ധ ഖുർആനായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമായിരിക്കും അവന്റെ നിലപാട്. അതിനപ്പുറത്ത് ഏതെങ്കിലും അധികാരമുള്ളവർ കാണുമ്പോ, ഏതെങ്കിലും അക്രമികളായ യജമാനന്മാരെ കാണുമ്പോ അവരിട്ട് കൊടുക്കുന്ന എല്ലിൻ കഷണങ്ങൾക്ക് വേണ്ടി ആദർശത്തെ പണയം വെച്ച് സമൂഹത്തെ വിൽക്കുന്നവരായിരിക്കുകയില്ല അവർ. അവർ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. ആ നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ അവന്റെ അക്രമത്തെ വിളിച്ചു പറയലാണ്. ഭരണാധികാരി അക്രമിയാണ്. ആ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ നിന്റെ ഭരണം അക്രമകരമാണ്, നിന്റെ നിലപാട് അക്രമകരമാണ് എന്ന് വിളിച്ചു പറയലാണ് ധീരത എന്ന് വിളിച്ചു പറയലാണ് ജിഹാദ്, ജിഹാദിന്റെ ഉയർന്ന തട്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിലപാടുള്ളവനാണ് മുസ്ലിം. നിലപാടിൽ അവൻ ഉറച്ചു നിൽക്കും. അവൻ ആരുടെയും മുന്നിൽ, ഒരു അധികാരിയുടെയും മുന്നിൽ, ആ അധികാരിയുടെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി സ്വന്തം ദീനിനെയോ സമുദായത്തെയോ പണയം വെക്കുകയില്ല. എന്റെ കാരണം എന്താണ്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വബശ്ശിറൂ ബിൽ
നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വാഗ്ദത്തം നൽകപ്പെട്ട സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാ വിശ്വാസി. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്. അതുകൊണ്ട് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കും. പടച്ചറപ്പിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവനായിരിക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിച്ചു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞു, മുൻകടന്നു പോയവർ അവരാണ് പടച്ചവന്റെ അടുക്കൽ ഉലൈകൽ മുഖർറബൂൻ, അവരാണ് റബ്ബിന്റെ അടുക്കൽ സാമീപ്യം ലഭിച്ചവർ. അവരാരാണ്? സുൽഖത്തുൻ മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്നും നല്ലൊരു വിഭാഗം ഉണ്ടാകും. വഖലീലുൻ മിനൽ ആഖിരീൻ, നിരാശപ്പെടുത്തുന്നില്ല. വഖലീലുൻ മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ നിന്നും ഒരു വിഭാഗം അവർ ഉണ്ടാകും. രണ്ടാമതൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം ഏതാണ്? തുടർന്ന് സൂറത്തുൽ വാഖിയയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വസ്ഹാബുൽ യമീൻ, മാ സഹാബുൽ യമീൻ, വലതുപക്ഷക്കാരാണ്. വലതുപക്ഷക്കാരാണ് അവർ. ഫീ സിദ്രിൻ മഖ്ദൂർ وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء وجعلناهن أبكارا عربا أترابا. അവർക്ക് കിട്ടുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ വാഖിയയിൽ തുടർന്ന് അല്ലാഹു 37-ാമത്തെ വചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, വിശദീകരിക്കാൻ ആയതിന്റെ അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ സൂറത്തുൽ വാഖിയ ഒന്ന് പഠിച്ചോളൂ. ആരാണ് അസ്ഹാബുൽ യമീൻ? വഹുമല്ലദീന അത്തുൽ വാജിബാത്ത്, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തവരാണ്. വതറക്കുൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയവരാണ്. എന്നാൽ അവരുടെ ബാധ്യതാ നിർവഹണത്തിൽ ചില ന്യൂനതകളും ചില വീഴ്ചകളും ഒക്കെ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ്, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാലും മനുഷ്യരിലെ ബാധ്യതാ നിർവഹണത്തില് ചില വീഴ്ചകള്, ചില ന്യൂനതകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതവരുടെ തൗഹീദിനോ ഈമാനിനോ തകരാറ് വന്നിട്ടില്ല. തൗഹീദിനും ഈമാനും തകരാറ് വരാതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യരെന്നുള്ള നിലയില് ചില വീഴ്ചകളൊക്കെ, ന്യൂനതകളൊക്കെ, അപാകതകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അവരാണ് അസ്ഹാബുൽ യമീൻ, വലതുവശക്കാർ. ആദ്യം സാബിഖീങ്ങളെ കുറിച്ച് പറഞ്ഞത് സുല്ലത്തുൽ മിനൽ അവ്വലീൻ ഖലീലുൻ മിനൽ ആഖിരീൻ എന്നാണ്. മുൻഗാമികളിൽ നിന്ന് നല്ലൊരു വിഭാഗം, പിൻഗാമികളിൽ നിന്ന് കുറച്ച് ആളുകളുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? സുല്ലത്തുൻ മിനൽ അവ്വലീൻ വസുല്ലത്തുൻ മിനൽ ആഖിരീൻ. അല്ലാഹു പ്രതീക്ഷയുടെ വാതായനങ്ങൾ വിശ്വാസികൾക്ക് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. സുല്ലത്തുൻ മിനൽ അവ്വലീൻ, പൂർവീകരായ നല്ലൊരു വിഭാഗം ആളുകൾ. വസുല്ലത്തുൻ മിനൽ ആഖിരീൻ, അതുപോലെ തന്നെ പിൽക്കാലക്കാരുമായ നല്ലൊരു വിഭാഗം ആളുകളോ. പൂർവികരിൽ നിന്നും നല്ലൊരു വിഭാഗം ഉണ്ടാകും, പിൽക്കാലക്കാരായ ആളുകളിൽ നിന്നും ഒരു വലിയ കൂട്ടമുണ്ടാകും. ആരെ? വലതുവശക്കാർ. എന്താണ് ആ വലതുവശക്കാരുടെ അടയാളം? ആ വലതുവശക്കാരുടെ അടയാളം എന്ന് പറയുന്നത് സദഖയുടെ മാസമാണ്, ദാനധർമ്മങ്ങളുടെ മാസമാണ്. നന്മകളുടെയും മാസമാണ്. അസ്ഹാബുൽ യമീനിൽ പെടണോ? വലതുപക്ഷക്കാരുടെ കൂട്ടത്തിൽ പെടണോ? വിശുദ്ധ ഖുർആൻ പറയുന്നു അവർ ആ മലമ്പാത തള്ളിക്കളമില്ല.
മലമ്പാത. മലമ്പാത ദുർഘടമായ പാത, മലകളുടെ അടിവാരത്തിലുള്ള മലകളിൽ കൂടിയുള്ള പാത, ദുർഘടമായ പാത, ചവിട്ടിയാൽ ചവിട്ട നിൽക്കാത്ത തരത്തിലുള്ള പാത. ആ പാത തള്ളിക്കിടന്നില്ല. ഏതാണ് ആ പാത? ഒരടിമയെ മോചിപ്പിക്കലാണ്, ഒരടിമയെ മോചിപ്പിക്കലാണ്. അല്ലെങ്കിലോ പട്ടിണിയുള്ള ദിവസം, പട്ടിണിയുള്ള പ്രയാസമുള്ള ഒരു ദിവസം ഭക്ഷണം കൊടുക്കണം. ആർക്ക്? യതീമൻ സാ മക്റബാ ഔ മിസ്കീനൻ സാ മസ്റബാ. അടുത്ത ബന്ധത്തിലുള്ള അനാഥകളുണ്ടാവാം. ഔ മിസ്കീനൻ സാ മസ്റബാ, അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള പ്രയാസം അനുഭവിക്കുന്ന മിസ്കീനായ ആളുകളുണ്ടാകാം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പ്രിയമുള്ളവരെ, റമദാൻ അതിന്റെ മാസം കൂടിയാണല്ലോ. നമ്മൾ മിസ്കീനെ തിരിച്ചറിയണം, പാവപ്പെട്ടവനെ തിരിച്ചറിയണം, അനാഥകളെ സംബന്ധിച്ച് നാം അന്വേഷിക്കണം. അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ചേർന്നാണ് എന്ന് വിശുദ്ധ അലൈഹി വസല്ലമ തന്റെ വിരലുകൾ ഉയർത്തിക്കൊണ്ട് പറയുകയില്ല. ഇതൊന്നുമില്ല. പിന്നെ ഈമാൻ ഉണ്ടാവണം. ഇതൊക്കെ ചെയ്താൽ മാത്രം പോരാ, ഈമാൻ ഉണ്ടാവണം. ക്ഷമയും കാരുണ്യവും കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്യണം എന്നാണ്. ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുവശക്കാർ. ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷക്കാർ എന്ന് വിശുദ്ധ ഖുർആൻ. രണ്ട് വിഭാഗം, മൂന്ന് വിഭാഗത്തിൽ രണ്ട് വിഭാഗം, രണ്ടിൽപ്പെട്ട മെച്ചം തന്നെയാണ് പടച്ചറബ് നമ്മെ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ട നരകത്തിൽ രക്ഷപ്പെടണം. നരകത്തിന്റെ വാതിലുകൾ പടച്ചവർക്ക് കൊട്ടിയടച്ചു, സ്വർഗത്തിന്റെ വാതിൽ നമ്മൾ തുറന്നിട്ട് വന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഭാഗത്തിൽ നമ്മൾ പെടണം. മൂന്നാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് സൂറത്തുൽ വാഖിയയുടെ 41 മുതൽ 56 വരെ വചനത്തിൽ കാണാം. അസ്ഹാബുൽ മശ്അമ, അസ്ഹാബുൽ മശ്അമ വരാനാണ്. അസ്ഹാബുൽ മശ്അമയാണ് ഇടതുപക്ഷക്കാർ. ആരാണ് ഈ ഇടതുപക്ഷക്കാർ? അല്ലദീന കദ്ദബൂ ബിൽ ഹഖ് വദല്ലൂ അനിൽ ഹുദാ. സത്യത്തെ കളവാക്കി നിഷേധിച്ചു കളഞ്ഞു. വദല്ലൂ അനിൽ ഹുദാ, സന്മാർഗത്തിൽ നിന്നും അവർ വഴിതെറ്റി പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകളാണ് അസ്ഹാബുൽ മശ്അമ. അസ്ഹാബുൽ മശ്അമ അവര് ഫീ സമൂമിൻ വഹമീം വദല്ലിൻ യഹമൂം. ഉഷ്ണക്കാറ്റില്, ചുട്ടുനിറക്കുന്ന വെള്ളത്തില്, ഇരുളിന്റെ കഠിനമായ പുകയില്, ഒരാദരവുമില്ല, ഒരു കുളിർമയും ഒരു തണുപ്പും അവർക്ക് ലഭിക്കില്ല. അങ്ങനെ കഠിനമായ ശിക്ഷയിലായിരിക്കും അവർ ഉണ്ടാവുക. ആ വിഭാഗത്തിൽ നമ്മൾ ആരും പെടരുതെന്നാണ് നമ്മുടെ ഒക്കെയും ആഗ്രഹം. അവരുടെ സ്വഭാവം, ആ സഹാബുൽ മശ്അമയുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇന്നഹും കാനൂ ഖബല ദാലിക മുതറഫീൻ. ഇന്നഹും കാനൂ ഖബല ദാലിക മുതറഫീൻ. അവർ അതിനു മുമ്പ്, ഈ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പായി മുതറഫീൻ, സുഖലോലുപന്മാരായിരുന്നു. അവിടെ ദുനിയാവില് നല്ല സുഖമെടുത്ത് ജീവിച്ചവരായിരുന്നു. ദുനിയാവ് അവരെ വല്ലാതെ വ്യാപൃതമാക്കി, ജോലിയിലാക്കി. അവർ അവിടെ നന്നായിട്ട് ആസ്വദിച്ച്, നന്നായിട്ട് സുഖിച്ചവർ അവിടെ കഴിഞ്ഞു.
തീർന്നില്ല. وكانوا يصرون على الحنث العظيم. അവർ ചെയ്യുന്ന തെറ്റുകളുണ്ട്, അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു. ഒരു തരത്തിലും തൗബ ചെയ്യുകയോ ഒരു തരത്തിലുള്ള ദുഃഖമോ ഉണ്ടായില്ല. അവർ ആ ചെയ്ത ആ തിന്മകളുടെ മേൽ അവരങ്ങനെ കടിച്ചു തൂങ്ങി നിന്നു. എന്നിട്ട് അവർ പറഞ്ഞു കാനോ യഖൂലൂന അയിദാ മിസ്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബൂസൂൻ അവ ആബാഉൽ അവ്വലൂൻ. അവർ ചോദിച്ചെന്താണ്? അയിദാ മിസ്നാ കുന്നാ അയിദാ മിസ്നാ വകുന്നാ തുറാബാ, ഞങ്ങൾ മരിച്ച് മണ്ണോട് ചേർന്ന് പോയി, ഞങ്ങളുടെ എല്ലുകളൊക്കെ ദ്രവിച്ച് തുരുമ്പിച്ചു പോയി, എന്നിട്ട് പിന്നീട് നമ്മൾ പുനർജീവിപ്പിക്കപ്പെടുമെന്നാണോ ഞങ്ങളുടെ കഴിഞ്ഞുപോയ ഞങ്ങളുടെ മുൻഗാമികളായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ആ പിതാക്കന്മാരും അവരൊക്കെ പുനർജീവിക്കപ്പെടുമെന്നാണോ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന വിശ്വാസത്തിനായി ഈ ദുനിയാവിൽ മുത്തഫീങ്ങളായി സുഖലോലുപരായി കഴിഞ്ഞവരാണവർ. അവരുടെ ചിന്ത ദുനിയാവ് മാത്രമായിരുന്നു എന്നാണ്. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഈ വിഭാഗത്തിൽ നാം കണ്ടെത്തുന്നതാണ് സൂറത്തുൽ വാഖിഅ. അല്ലാഹു തആല അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ വാഖിഅ അവസാനിപ്പിക്കുകയാണ്. അവസാന ഭാഗം വീണ്ടും അല്ലാഹു എടുത്തു പറയുകയാണ് വമ്മായിക്കാന മിനൽ മുഖറബീൻ. മനുഷ്യരെ അപ്പോൾ മുഖറബീങ്ങളായ ആളുകൾ, ആരാ മുഖറബ്? സാബിഖ് എന്ന് പറഞ്ഞാൽ സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ആ മുഖറബീങ്ങളായ ആളുകൾ ഫറൂൻ വറൈഹാനു വജന്നതു നഈം, അവർ നല്ല ആനന്ദകരമായ സ്വർഗ്ഗത്തിലായിരിക്കും. വമ്മായിക്കാന മിൻ സുഹാബിൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകളോ അവർക്ക് സലാം, അവർക്ക് രക്ഷ, അവർക്ക് സലാം. എന്നാൽ അവസാനം പറഞ്ഞ ഇടതുപക്ഷക്കാരായ ആളുകൾ അവരോ അവരുടെ അവസ്ഥ പറയുകയാണ്. അവര് അവർ ചുട്ടു തിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമാണ് അവർക്ക് കിട്ടുന്നത്. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ കരിക്കലുമായിരിക്കും അവർക്ക് കിട്ടുക. ബാക്കി രണ്ടു കൂട്ടർക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം, രക്ഷ, മഹത്തായ സ്വർഗം, ആശ്വാസവും സന്തുഷ്ടവുമായ ആഹാരവും കിട്ടുന്ന സുഖാനുഭൂതിയുടെ സ്വർഗമായിരിക്കും അവർക്ക് കിട്ടുക. മൂന്നാമത്തെ വിഭാഗം അപ്പോ ആശിക്കാൻ നമുക്ക് മൂന്ന് വിഭാഗം പറഞ്ഞതിൽ രണ്ട് വിഭാഗവും വിജയത്തിന്റെ കൂട്ടരെയാണ് കേട്ടോ പറഞ്ഞത്. ഒരു വിഭാഗം പരാജയത്തിന്റെ കൂട്ടരെയും. ഇതിന് നമ്മൾ പെടണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു അവസരം പടച്ചറപ്പ് നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുകയാണ്. കനിഞ്ഞ് പടച്ചു നൽകിയിരിക്കുകയാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിൽ നമുക്ക് എത്താൻ പറ്റി. അതിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച സന്നിഹിതരാകാൻ നമുക്ക് സാധിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ റമദാനിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ആരാധനകളിൽ ഒഴുകണം. ഇഖ്ലാസ് ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. നാളെ പടച്ചറപ്പിനെ നമ്മൾ കണ്ടുമുട്ടും എന്ന ഉത്തമമായ ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഈ ശ്വാസം എന്ന് നിലച്ചാൽ അടുത്ത നിമിഷം തന്നെ നമ്മുടെ ബർസഖ് ആരംഭിക്കുകയാണ്. നമ്മുടെ ഖബർ ജീവിതം ആരംഭിക്കുകയാണ് എന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ചിന്തയിൽ നിന്നാവട്ടെ നമ്മുടെ ഓരോ കർമ്മങ്ങളും ഉണ്ടാകേണ്ടത്. എങ്കിൽ അത് പടച്ചറപ്പിന്റെ മുന്നിൽ ഇഖ്ലാസ് ഉള്ളത്, സ്വീകാര്യോഗ്യമായത് ആയിരിക്കും. പടച്ചറപ്പ് കാക്കട്ടെ. പടച്ചറപ്പ് നമ്മളിൽ നിന്നും എല്ലാ സന്ദർഭങ്ങളെയും സ്വീകരിക്കട്ടെ.
പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് വിശുദ്ധ റമദാനിന്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിശുദ്ധമായ ഭവനത്തിന്റെ നടത്തിപ്പിനായി നമ്മൾ കളക്ഷൻ എടുക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിൽ ഇങ്ങോട്ട് വരുന്ന അവസരമാണ്. പരിശുദ്ധ റമദാൻ മാസമാണ്, അതിന്റെ വെള്ളിയാഴ്ച ദിവസമാണ്. നന്മകളുടെ സദഖകളുടെ മാസമാണ് റമദാൻ. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെല്ലാവരും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ഈ പരിശുദ്ധമായ ഭവനത്തിന് വേണ്ടി സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാഥ, ഞങ്ങളുടെ എല്ലാ സങ്കല്പങ്ങളെയും സ്വീകരിക്കണം പഠിച്ചവനെ. അല്ലാഹുവേ, ഈ വിശുദ്ധ റമദാനിൽ ഞങ്ങൾ എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അവയെല്ലാം പ്രത്യേകമായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ദിക്റുകൾ പഠിച്ചവനെ മുഴുവൻ സുഹൃത്തുക്കളെയും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ കടിഞ്ഞാൻ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിശുദ്ധ റമദാനിലെ നോമ്പുകൊണ്ട് നീ വാഗ്ദാനം ചെയ്യുന്ന തഖ്വ പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. കേവലം പട്ടിണിയും വിശപ്പും മാത്രമാകുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ പഠിച്ചവനെ നീ ഞങ്ങളെ ആരെയും പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ പരലോക ജീവിതം നന്നാക്കണേ അല്ലാഹ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിന്റെ എല്ലാ വിധത്തിലുമുള്ള സമാധാനവും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച മുഴുവൻ നന്മകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടെ കാവൽ നേടിയ മുഴുവൻ നന്മകളും പഠിച്ചവനെ കാവൽ നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.